നിയമനിർമ്മാണ കാര്യം 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2025 കേരള ധനവിനിയോഗ 3-ാം ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പരിഗണക്കുന്ന ഉപക്ഷ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? സർ. യെസ് സർ, ഇത് നമ്മുടെ നിയമസഭ അംഗീകരിച്ച ബഡ്ജറ്റ് അംഗീകരിച്ചനുസരിച്ചാണ് ഓരോ അണാ പൈസയും നമ്മുടെ സംസ്ഥാനത്ത് ചെലവിടുന്നത് സർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ 204.03 കോടി രൂപയുടെ അധിക ധനാവധി റീഅപ്രോപ്രിയേഷൻ കേരള ധനവിനിയോഗ ബില്ലാണ് സാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ആ ചെലവ് നടത്തുന്നതിനുള്ള അംഗീകാരം സഭയിൽ നിന്ന് മേടിച്ചിട്ടാണ് സാർ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സംവിധാനം. സാർ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു കാര്യവും ചർച്ച ചെയ്യുന്ന കാര്യവും ഇവിടെ പറയുന്നത് തടസ്സപ്പെടുത്താനായിട്ട് ഏതൊരു അവസരം കിട്ടിയാലും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ശ്രമിക്കുകയാണ് സാർ. സാർ, നമ്മൾ ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഭരിക്കുന്ന LDF സർക്കാർ, അതിനകത്ത് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് മന്ത്രിമാരായവരാണ് ഞങ്ങൾ ഏറെപ്പേരും. സാർ, അന്ന് മുതൽ ഇവർ പറയുന്നത് ഈ സർക്കാർ ആകെ സാമ്പത്തിക തകർച്ച ചെന്ന് പെട്ടുപോകും, നിങ്ങൾ വലിയ വലിയ ചെലവുകളാണ് കൊടുക്കുന്നത്, നിങ്ങൾ നല്ല ശമ്പളം കൊടുക്കുന്നു, നിങ്ങൾ നല്ല ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, കാർഷിക മേഖല പൈസ ചെലവാക്കുന്നു, നിർമ്മാണം നടത്തുന്നു, നാട്ടിലാകെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അത് ദേവസ്വത്തിൻ്റെ കാര്യത്തിനായാലും ഹജ്ജ് ഹൗസിൻ്റെ കാര്യത്തിലായാലും ഏത് മതവിഭാഗത്തിൻ്റെ കാര്യത്തിലായാലും പിൽഗ്രിം ടൂറിസം പോലുള്ള കാര്യങ്ങൾ പിൽഗ്രിം സാരത്തിന് സൗകര്യം കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾ പണമെല്ലാം ചെലവാക്കുന്നതുകൊണ്ട് നിങ്ങളാകെ തകർന്നു പോകുമെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ സാർ. പക്ഷേ 4.5 വർഷമായി സാർ തകർന്നു പോയില്ല എന്ന് മാത്രമല്ല, ഇവർ പറഞ്ഞല്ലോ കേരളം കടക്കണിയിലാണെന്ന്. CNAGയുടെ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം കണക്ക് വന്നു. കേരളം കടക്കണിയിലല്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മെച്ചപ്പെട്ടു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളത്തെ റിപ്പോർട്ട് ചെയ്തു. സാർ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ല സാർ ഇത്. ആകെയുള്ള കടത്തിൻ്റെ കഴിഞ്ഞ 50 വർഷക്കാലത്തെ 30 വർഷക്കാലത്തെ കണക്കെടുത്താൽ കേരളത്തിൻ്റെ ആകെ ബോറോയിങ് വർദ്ധിച്ചു വരുന്നതനുസരിച്ച് വർദ്ധിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ്റുകളുടെ 5 ഗവൺമെൻറ്റുകളുടെ കണക്കെടുത്താൽ കിട്ടേണ്ടിയിരുന്ന പരിഗണനയിൽ 1.25 ലക്ഷം 1,25,000 കോടി രൂപ ബോറോയിങ് കുറഞ്ഞു. എന്നിട്ടും ഈ സംസ്ഥാനം 1,65,000 കോടിയിലധികം ഒരു വർഷം ചെലവാക്കിക്കൊണ്ടാണ് സാർ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹമായിരിക്കും സാർ, ഞങ്ങൾക്കതറിയാം. ഇതല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞ് സാർ, മൂക്ക് മുറിച്ച് ശകുനം മുടക്കുന്ന ആളുകളാണ് സാർ ഈ പ്രതിപക്ഷം. അങ്ങനെ മൂക്ക് മുറിച്ച് ശകുനം മുടക്കുന്ന ആളുകളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ പറയാനുള്ളത് ഈ സഭയിൽ കുറച്ചുകൂടി ഓരോ വകുപ്പിനും അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, അവർ പറയുന്നത് കൊള്ള കമ്മീഷൻ. സാർ, ഏത് കാര്യം കണ്ടാലും കമ്മീഷൻ കിട്ടുന്ന കാര്യത്തെ പറ്റി അവർ ആദ്യം ആലോചിക്കുന്നത്. ഇത്രയും ചെലവാക്കുമ്പോൾ കമ്മീഷൻ മേടിക്കുകയാണോ സാർ? കമ്മീഷൻ മേടിക്കുന്നത് അപ്പുറത്ത് ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴാണ് UDF. ഇത് നാട്ടിലങ്ങനെ കമ്മീഷൻ മേടിക്കുന്ന പരിപാടിയില്ല. എന്ത് കണ്ടാലും ഇവരുടെ വിചാരം അത് ആദ്യം ഒരു കണക്ക് കൂട്ടും കമ്മീഷൻ. സാർ, അങ്ങനെ കമ്മീഷൻ മേടിക്കുന്നതല്ല ഒരു സർക്കാരല്ല എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സർക്കാരായതുകൊണ്ടാണ് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത് എല്ലായിടത്തും. സാർ, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വിഷമം, ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഇത് മറച്ചു വെച്ചതുകൊണ്ട്, ഇങ്ങനെ ബഹുമാനപ്പെട്ട സ്പീക്കറെ മറച്ച് ഇങ്ങനെ കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല. നിങ്ങളോട് നേരത്തെ ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും നിങ്ങൾ പറഞ്ഞ ഈ CBI കൂട്ടുപിടിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാർട്ടി ഓഫീസും നിങ്ങളുടെ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രത്തിന്റെ പേരിൽ ഇപ്പോഴും ദിവസം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കില്ലേ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും? CBIക്ക് വിടണമെന്ന് ഹൈക്കോടതി എല്ലാ കാര്യവും പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞ് ഇടപെട്ടിരിക്കുന്ന ഒരു കേസിനകത്ത് ഗവൺമെന്റ് എങ്ങനെ സാറിന്റെ സമയത്ത് ഇടപെടാൻ പറ്റുക? ഹൈക്കോടതി പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ പോവുക. ഹൈക്കോടതി നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ആ കാര്യങ്ങൾ പുറത്തു വരണം ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് പുകമറയുണ്ടാക്കണം സാർ. സാർ, ഹിന്ദിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആവശ്യമാണ് സാർ. സാറിന് ഹിന്ദി മുദ്രാവാക്യം വിളിച്ചാലേ ഡൽഹി മനസ്സിലാവും. ഇത് AICC നേതൃത്വത്തിൽ മനസ്സിലാക്കാൻ ചോർ ഹേ എന്നുള്ളത് വിളിക്കേണ്ടത് ആവശ്യമാണ്.
സാർ അതുകൊണ്ട് അത് വളരെ നല്ല കാര്യമാണ്. ഇത് വീഡിയോ എടുത്ത് അവിടെ കൊടുക്കാം. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല ചില ആളുകൾക്ക് ഇവിടെ പുറത്തുനിന്ന് ഞാൻ കണ്ടു സാർ ഇതേ മുദ്രാവാക്യം ഇന്ന് ഇവിടെ ദേവസ്വം ബോർഡിന്റെ മറ്റും മുന്നിൽ RSSന്റെ പ്രസംഗമുണ്ട്. അവിടെ ഹിന്ദി മുദ്രാവാക്യം കിട്ടും. RSSന്റെ മുദ്രാവാക്യം കിട്ടുന്നു. RSSന്റെ മുദ്രാവാക്യം 3 സ്ഥലത്ത് ഇന്ന് ഇതേ മുദ്രാവാക്യം കിട്ടും. ഇതേ ഹിന്ദി ഒരേ ആൾ എഴുതി കൊടുത്താണോ അറിഞ്ഞൂടാ. ഡൽഹി ഒരേ ആൾ എഴുതി കൊടുത്താണോ ഇതേ മുദ്രാവാക്യമാണ് സാർ. ഈ ചോർ ഹേ എന്നൊക്കെ പണ്ട് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് നിങ്ങളീ മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്. സാർ കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് 1 രൂപ പോലും ചെലവാക്കുന്നതിന് നിയമസഭയ്ക്കകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാർ ജനാധിപത്യം വേണ്ട എന്നാഗ്രഹിക്കും. നിങ്ങൾ ഏകാധിപത്യത്തിന്റെ ആളുകളാ സാർ. എവിടെയായാലും നിങ്ങൾക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്നവരാണല്ലോ. എന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭയെ ചർച്ച ചെയ്യില്ലേ സാർ വേണ്ടത്? ഈ സഭയെ ചർച്ച ചെയ്താൽ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊന്നും നമ്മുടെ പാർലമെന്ററി പ്രൊസീജിയർ കാണുകയല്ലേ? ഈ കുട്ടികളൊക്കെ പ്രൊസീജിയർ കാണുകയല്ലേ? അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പോയിട്ടില്ല. പറയാൻ ഈ മുഴുവൻ സമയത്തും കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാണുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മറ്റു നേതാക്കന്മാർക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സഭ ഉപയോഗിച്ചേനെ. ആ സഭ ഉപയോഗിക്കാത്തെന്താ? ചർച്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് പരമാധികാരം കിട്ടിയാൽ നിങ്ങൾ പാർലമെന്റ് പോലും ചേരില്ല, സംസാരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ ജനാധിപത്യ ദംശനമല്ല വേണ്ടത്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്ത, ഇന്ത്യ മൊത്തം PSC നിയമനം ഇല്ലാത്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിയമനം കൊടുത്ത സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. 50,000 വേക്കൻസിയാണ് സാർ. 50,000 വേക്കൻസിയാണ് സാർ ഈ കാലയളവിൽ പുതുതായിട്ട് കേരളത്തിൽ സൃഷ്ടിച്ചത്. സ്ത്രീകള്, വനിതകൾക്ക് പോലീസില്, എക്സൈസില്, ഫയർഫോഴ്സില് എല്ലാ സ്ഥലത്തും പുതുതായിട്ട് കൊടുത്തു സാർ. ഇവിടെ ഈ ഇന്ത്യയിലാകെ സാമ്പത്തിക ചെറുക്കം വരുമ്പോൾ, കോവിഡിന്റെ പ്രശ്നം വന്നപ്പോൾ, പ്രളയത്തിന്റെ പ്രശ്നം വന്നപ്പോൾ, എല്ലാം വന്നപ്പോൾ നമ്മൾ അതിനെ നേരിട്ട് എങ്ങനെയാ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ തളത്തിലേക്ക് ഇറങ്ങായിരുന്നു. 2600 കോടി വിഴിഞ്ഞത്തിന്, നമ്മുടെ വയനാട് ദുരന്തത്തിന് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. നമ്മളെല്ലാം 200 ചില്ലാനും കോടി കൊടുത്തു. നിങ്ങൾക്ക് വല്ല ഹിന്ദി മുദ്രാവാക്യം വിളിച്ചുകൂടെ? മോഡി ഗവൺമെന്റിനെതിരെ കം ഹേ ആപ്കാ ഈ PMDRF കം ഹേ എന്ന് മുദ്രാവാക്യം വിളിക്കണ്ടേ? മോഡി ഗവൺമെന്റ് തന്ന, കേരളത്തിന് തന്ന, ഈ പ്രകൃതി ദുരന്തത്തിന് തന്ന, വയനാടിന് തന്ന പണം കം ഹേ എന്ന് പറയണ്ടേ? നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റ് 1,20,000 കോടി ഒരു വർഷം ചെലവാക്കിയെടുത്ത് നിന്ന് 1,65,000 കോടിയിലേക്ക് എത്തിയ ചെലവാക്കുന്നൊരു ഗവൺമെന്റ്. GSTയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വെട്ടിക്കുറച്ച പണം ഉണ്ടായിട്ടും അതിനെല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് കൂടുതൽ സത്യസന്ധമായി മുന്നോട്ട് പോകും. സത്യമായിട്ട് മുന്നോട്ട് പോകും. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം മോഷ്ടിച്ച ഒരു സ്റ്റീഫന്റെ കേസ് വന്നു. സ്റ്റീഫൻ അന്ന് ആദ്യത്തെ ദിവസം നായനാർ ഗവൺമെന്റ് ആയിരുന്നു. നായനാർ ഗവൺമെന്റിനെതിരെ വന്ന വാർത്തകൾ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികളാണ്. അന്ന് നായനാർ പറഞ്ഞു എന്നാണ്, എന്തിനാ ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി EK നായനാർ പറഞ്ഞതൊക്കെ വലിയ വാർത്ത വന്നു സാർ. അവസാനം കള്ളനെ പിടിച്ചപ്പോൾ ഏറ്റുമാനൂരപ്പനെ മോട്ടിച്ചത് KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന തിരുവനന്തപുരത്ത് സ്റ്റീഫനായിരുന്നു എന്നുള്ള വാർത്ത വന്നാണല്ലോ. പഴയ പത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഈ നാട്ടില് ദൈവങ്ങൾക്കും ദൈവവിശ്വാസികൾക്കും ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അത് മൂടോടെ മട്ടിക്ക് നമ്മൾ സമ്മതിക്കില്ല. അത് മോഷ്ടിക്കാനായി സമ്മതിക്കുന്നവരല്ല. നിങ്ങൾക്ക് എന്തിനും കമ്മീഷനാണല്ലോ, എന്തിനും കമ്മീഷൻ കാണുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കും. അതുകൊണ്ടാണ് കോടതി പറഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമല്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ താഴെ കോടതി തോക്കുമ്പോൾ പറയുന്നത് വക്കീൽ പറയുന്ന പൈസ മേടിക്കാൻ അപ്പീലിന് വിധിയായിട്ടുണ്ടെന്ന്. സുപ്രീം കോടതി വരെ അപ്പീലിന് വിധിയായി. സുപ്രീം കോടതി എന്തായാലും ശാരീരികമായി ആരെയും ഉപദ്രവിക്കാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. നല്ല വിമർശനം വന്നുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ ആ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ആ അവകാശം ഉള്ളപ്പോഴും നാട്ടുകാരെ പറ്റിക്കുന്ന സമയം സാർ. അതുകൊണ്ട് ഈ ഇത്തരം ധനകാര്യം, ഈ ധനവിനിയോഗ ബിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ആവശ്യമില്ല സാർ. അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാതെ BJPയെ പറ്റി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നടന്ന സഭയിൽ ഞാൻ വിചാരിച്ചത് ഇന്നത്തെ സമയത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന പ്രശ്നമാണ് സാർ GSTയുടെ
വലിയ വെട്ടിക്കുറവ് വന്നു. നമ്മുടെ മലയാളത്തിലെ എല്ലാ ചാനലുകളും പിന്നെ ധാരാളം ചാനലുകൾ നമുക്ക് ഏഷ്യാനെറ്റ് എടുത്താലും മനോരമ എടുത്താലും 24 എടുത്താലും റിപ്പോർട്ടർ എടുത്താലും കൈരളി എടുത്താലും അതിനകത്ത് ജയ്ഹിന്ദ് എടുത്താലും ഒക്കെ ഇപ്പോൾ ഈ വില ടാക്സ് കുറച്ചതിന് കൂടെ ആളുകൾ കിട്ടുന്നില്ലെന്ന് വാർത്ത വരിക. ഇന്ത്യയിലാകെ ഈ കണക്കുകൾ വരുന്നു. അതിനെപ്പറ്റി ഒരർത്ഥം പറയാനില്ല. ധനകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബില്ലിന്റെ സമയത്ത് പോലും BJPയെ പരോക്ഷമായി സഹായിക്കുന്ന BJPയും കോൺഗ്രസും കൂടി ചേർന്ന് കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കും. ഇവിടെ പത്രം വായിക്കുന്നവരാണ്, ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, ചരിത്രം അറിയുന്നവരാണ്. കർണാടകത്തിലും ആന്ധ്രയിലും തെലങ്കാനയിലും അല്ലെങ്കിൽ UPയിലും നടത്തുന്ന രാഷ്ട്രീയം ഇവിടെ വിലപ്പോവില്ല. ഞങ്ങൾക്ക് ഒരു ചാഞ്ചല്യത്തിന്റെ കാര്യമില്ല. നിങ്ങളെന്ന് പറയുന്ന കാര്യവും നേരിട്ട് പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട ഉപനേതാവും മുൻ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുക. അടുത്ത ദിവസം ചർച്ച ചെയ്ത് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. അതിന് തയ്യാറാവുന്നതിന് പകരം കേരളത്തിന്റെ മുന്നിൽ ഒളിച്ചോടുന്ന ഈ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് സാർ. ഈ ധനവിനിയോഗ ബില്ല് അംഗീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് സാർ. 2025 ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പരിഗണനയ്ക്കെടുക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനയ്ക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന 2-3 വകുപ്പുകൾ ഭേദഗതിയില്ല. 2-3 വകുപ്പുകൾ ബില്ലിന്റെ ഭാഗമെന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 2-3 വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിന്റെ ഭാഗമെന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാകുന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പരിഗണനയ്ക്ക് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സാർ, 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2025 കേരള ധനവിനിയോഗ 3-ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരുന്നു. ബിൽ പാസ്സാക്കിയിരുന്നു. പ്ലീസ്